ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ബാക്കിയുള്ളവർ വരട്ടെ കേട്ടോ. ഓക്കെ, ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 3ഉം 4ഉം 2, 3 and 4 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ജൂൺ തൊട്ട് മോർണിംഗ് സെഷൻസ് എപ്പോഴും ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ്സ് കാണുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേപ്പർ 1 എപ്പോഴേക്കാണ് വെക്കുക, ഈവനിങ് ആയിട്ട് വെക്കാന് നിങ്ങളുടെ സജഷൻസിനനുസരിച്ചിട്ട് നമുക്ക് ഒപ്പീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് കൊടുക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വില്ലിംഗ് ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവരും വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഈവനിങ് സെഷൻ എപ്പോഴേലും ആക്കാം. ഇനി ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിംഗ് ആണ്, സോ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും എളുപ്പം തോന്നുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ 2 സെഷൻസ് വരുമ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഹൗസ് വൈഫ് ഒക്കെ ആണല്ലോ, അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ഒരു സെഷൻ വെക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിനും ആണെങ്കിലും ഒരുപാട് ഏർലി മോർണിംഗ് ഒന്നും പറ്റത്തില്ല, കാരണം കുട്ടികളെ സ്കൂളിൽ വിടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പേപ്പർ 1 എടുക്കുന്നവർക്ക്. പിന്നെ മധ്യ മിസ്സിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ മിസ്സിനൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് പേപ്പർ 1 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതല്ലേ, ഇനി റിവിഷൻ സീരീസുകൾ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ പറയൂ. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ കമ്പാരിറ്റീവിൽ നമുക്ക് 2, 3, 4 മൊഡ്യൂൾസിന് ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരിക. സോ ഞാൻ 2, 3, 4 മൊഡ്യൂൾസ് ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒരുപാട് പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഫാക്ച്വലാണ്, നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരുപാട് പഠിക്കാനില്ല എന്നുള്ളതാണ്. ഈ 3 മൊഡ്യൂളോടെ കൂടി നമുക്കാകെ 15 പേജസ് മാത്രമാണ് നോട്ട്സ് ഉള്ളത്. അപ്പം അത്രയും ഉള്ളൂ, പക്ഷെ തന്നിരിക്കുന്നത് ഫുള്ള് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലെ? സ്ക്രീന് ഓഡിയോ എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ? ആദ്യമായിട്ട് പറയുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വെച്ചാൽ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾ കമന്റ് ചെയ്യുക. അതെ, സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്, അല്ലെങ്കിൽ ബേസിക് ലോ ഓഫ് ദി ലാൻഡ്, റിട്ടേൺ ഡോക്യുമെന്റ് റിഗാർഡിംഗ് ദി സെറ്റ് ഓഫ് ലോസ്, റിട്ടേൺ ഡോക്യുമെന്റ്സ് ഓഫ് ലോ, അങ്ങനെ നമുക്ക് എന്ത് ഡെഫിനിഷൻ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടില്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ പവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു രാജ്യത്തിന്റെ, ഒരു കൺട്രിയുടെ പവർ, ഗവൺമെന്റിന്റെ പവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ, പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയാം. നോർമലി കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുക, സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫസ്റ്റ് വരിക. അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് നിലകൊള്ളുന്നത് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷന് അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം ആയിട്ടുള്ളത്. ദെൻ അവിടെ റൂൾ ഓഫ് ലോ ഉണ്ടാവും. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് ഉദ്ദേശിക്കുക? റൂൾ ഓഫ് ലോ എന്തായിരുന്നു? നമ്മൾ ഒരുപാട് നമ്മൾ പഠിച്ചു, പല ടോപ്പിക്കുകളിൽ പഠിച്ചു. എന്താണ് റൂൾ ഓഫ് ലോ? എന്താണ് റൂൾ ഓഫ് ലോ? റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ എന്താ? ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആണ് അല്ലെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് റൂൾ ഓഫ് ലോ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെ. വിച്ച് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളതാണ്. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ കൃത്യമായിട്ടുള്ള പവർ ഡിവിഷൻസ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഇന്ന പവർ ചെയ്യണം, റൂൾ മേക്കിംഗ് ചെയ്യണം,
എക്സിക്യൂട്ടീവ് റൂൾ ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, ജുഡീഷ്യറി റൂൾ അഡ്ജുഡിക്കേഷൻ ആണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ കൃത്യമായിട്ടുള്ള തരംതിരിവ് ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റിനുള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബേസിക് റൈറ്റ്സുകളാണ് അല്ലെ. അവൻ ജനിക്കുന്ന സമയം തൊട്ട് തന്നെ അല്ലെങ്കിൽ അവന് സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി ലഭ്യമാകേണ്ട റൈറ്റ്സുകളാണ്. അപ്പം അത്തരത്തിലുള്ള റൈറ്റ്സിന്റെ പ്രൊട്ടക്ടർ ആയിട്ട് ആരാണ് പ്രവർത്തിക്കുക? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇൻവയലബിൾ റൈറ്റ്സ് ആണ് അല്ലെ. ദെൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഈ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം നമുക്ക് വേണം. സോ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണോ? നമുക്ക് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണോ ഉള്ളത്? ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണോ ഉള്ളത്? അതെ അതെ. സുപ്രീം കോർട്ടായിട്ട് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ആയിട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് കോർട്ടായിട്ട് നിലകൊള്ളുന്നത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതി ലെജിസ്ലേച്ചറിനോടോ എക്സിക്യൂട്ടീവിനോടോ കടപ്പെട്ട് നിൽക്കുന്നതല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. ലിമിറ്റഡ് ഗവൺമെന്റ് ആയിരിക്കും, ഗവൺമെന്റിന്റെ പവർ ലിമിറ്റഡ് ആയിരിക്കും. അക്കൗണ്ടബിലിറ്റി ഓഫ് ഗവൺമെന്റ്, ജനങ്ങളോട് എപ്പോഴും അക്കൗണ്ടബിൾ ആയിട്ടായിരിക്കും ഗവൺമെന്റ് പ്രവർത്തിക്കുക. വിച്ച് മീൻസ് വി ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെന്റ്. നമുക്ക് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ നമുക്ക് അവരെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പോളിസീസ് പ്രോഗ്രാംസിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒബ്ജെക്ഷൻസ് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടായിരിക്കും ഗവൺമെന്റ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. സോ നോർമലി കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇത്രയും ഫീച്ചേഴ്സ് ആണ്. ഇത് നമുക്ക് ഓരോ രാജ്യത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആണ് വരുന്നത്. ആദ്യം തന്നെ UK ആണ് കേട്ടോ പറയുക. UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടന്റെ കാര്യമാണ് പറയുക. ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഫീച്ചേഴ്സ്, അതൊരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വിച്ച് മീൻസ് കുറെ ട്രഡീഷൻസ്, കസ്റ്റംസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ളതിലേക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ നിയമങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാതെ ഒരു റിട്ടൺ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലല്ല നിലകൊള്ളുന്നത്. സോ അതൊരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ ഉള്ളത്. ദെൻ ഒരു പാർലമെന്ററി സിസ്റ്റം ആണുള്ളത്. പാർലമെന്ററി സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താ പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാലും? പാർലമെന്ററി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, രണ്ടും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു പരസ്പരം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും, അക്കൗണ്ടബിൾ ആയിരിക്കും എന്നൊക്കെയുള്ളതാണ്. പിന്നെ ഇവർ തമ്മിലുള്ള പവേഴ്സ് ഒക്കെ ഫ്യൂഷനബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂട്ടുത്തരവാദിത്തം, നമ്മൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റും സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ടേമിലൊക്കെ ആയിരിക്കും നിലകൊള്ളുന്നത്. അങ്ങനെ ഒരുപാട് നമുക്ക് ഫീച്ചേഴ്സ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ പറയാം. ബ്രിട്ടന്റേത് അത്തരത്തിലൊരു പാർലമെന്ററി സിസ്റ്റം ആണ്. മദർ ഓഫ് പാർലമെന്റ് എന്നൊക്കെയാണ് അല്ലെ ബ്രിട്ടൻ അറിയപ്പെടുന്നത്. പാർലമെന്ററി സിസ്റ്റം ആണ് ബ്രിട്ടൻ ഫോളോ ചെയ്യുന്നത്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആണുള്ളത്. യൂണിറ്ററി സ്റ്റേറ്റ് ആണ്, പാർലമെന്ററി സോവർണിറ്റി ആണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നോട്ട് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത്, അവിടെ രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഉണ്ട്. ഒരു നോമിനൽ ഹെഡും ഉണ്ട്, ഒരു റിയൽ എക്സിക്യൂട്ടീവും ഉണ്ട്. നോമിനൽ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് മൊണാർക്കും, റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പ്രൈം മിനിസ്റ്ററും ആണ്. ആൻഡ് പാർലമെന്റ് ഈസ് സുപ്രീം. അത് ഓർത്തേക്കണം കേട്ടോ. പാർലമെന്റ് ആണ് സുപ്രീം ആയിട്ട് നിലകൊള്ളുന്നത്. സോ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടൻ പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ദെൻ USA നോക്കാം. USA ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുക. ഫെഡറൽ ഗവൺമെന്റ് ആണുള്ളത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഈ പോയിന്റുകളെല്ലാം നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ ഡീറ്റെയിലിംഗ് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിലിംഗ് വേണോ? ഡീറ്റെയിൽസ് വേണോ? എല്ലാ പോയിന്റുകളും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഡീറ്റെയിൽ എന്തെങ്കിലും വേണോ?
ഓക്കെ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ? അറിയാവോ? എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് എത്രയുണ്ട്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ അമെന്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞ കോൺട്രവേഴ്സിയാണ്. പക്ഷെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? നമുക്ക് എത്രയാണ് ഉണ്ടായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. നമ്മുടെ എത്രയാണ് ഉണ്ട്? 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? കൂടുതൽ ഷെഡ്യൂൾസും പാർട്സും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കുക എത്ര ആർട്ടിക്കിൾസ് ആണെന്ന് അറിയാവോ? ഇറ്റ് ഹാസ് ഓൺലി 7 ആർട്ടിക്കിൾസ്. ആകെ 7 ആർട്ടിക്കിൾസ് മാത്രമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതായത് അത്രയും ചെറിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടേത്. നമുക്ക് ധാരാളം അമെന്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ തന്നെ ഒരുപാട് അമെന്റ്മെന്റ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 113ാമത്തെ അമെന്റ്മെന്റ് ബില്ലൊക്കെ ഇപ്പൊ നമ്മൾ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ആകെ 27 ടൈംസ് മാത്രമാണ് അമെന്റ് ചെയ്തിട്ടുള്ളത്. സോ കമ്പയർ ചെയ്യുമ്പോൾ, ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടേത് എന്നുള്ളതാണ്, അല്ലെ? ദെൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്, അല്ലെ? പിന്നെ ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഡബിൾ സിറ്റിസൺഷിപ്പ് അമേരിക്കയിലുണ്ട്. എന്താ ഡബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാല്? ഡബിൾ സിറ്റിസൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡബിൾ സിറ്റിസൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു അമേരിക്കൻ സിറ്റിസൺ എന്നുള്ള ഒരു പദവി ഉണ്ടാവും, ഒപ്പം തന്നെ സ്റ്റേറ്റസും ഉണ്ടാവും, ഒപ്പം തന്നെ അയാൾ ഏത് സ്റ്റേറ്റിലാണോ ബിലോങ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പും ഉണ്ടാവും, അല്ലെ? നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. ആസ് എ കേരളൈറ്റ് എന്ന് നമ്മൾ അറിയപ്പെടാറില്ല, അല്ലെ? നമ്മൾ ഇന്ത്യൻ എന്നുള്ള സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മൾ UK പോലെ തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയിൽ ഇപ്പം അമേരിക്കൻ എന്നുള്ളൊരു സിറ്റിസൺഷിപ്പും ഉണ്ടാവും, ഒപ്പം തന്നെ അവർ ബിലോങ് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പും ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മൾ പറഞ്ഞു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തമ്മിൽ കൃത്യമായിട്ടുള്ള പവർ സെപ്പറേഷൻ ഉണ്ടാകും. ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന ആളെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കും. അറിയാവോ? ആരാന്നറിയാവോ? ഈ ഐഡിയ കൊണ്ടുവന്ന സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കൊണ്ടുവന്ന ആരാന്നറിയാവോ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കൊണ്ടുവന്ന ആരാന്നറിയാവോ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കൊണ്ടുവന്ന ആരാ? മോണ്ടെസ്ക്യൂ ആണ് കേട്ടോ. മോണ്ടെസ്ക്യൂ കേട്ടിട്ടുണ്ടോ? മോണ്ടെസ്ക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? പറയുന്നത് വിചാരിച്ച് ഞാൻ എഴുതി നിർത്തതാണ്. മോണ്ടെസ്ക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ബാക്കി താഴേക്ക് എഴുതുവാണ്. UIEU ആണ് മോണ്ടെസ്ക്യൂ. ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, ഒരുപാട് തവണ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പേരറിയാവോ? അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരറിയാവോ? ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ പേരറിയാമോ? ഇതൊന്നും ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ലെക്ചർ നോട്ടാക്കി എഴുതിയെടുക്കണേ. മോണ്ടെസ്ക്യൂവിന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, ഒരുപാട് തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാവോ? സ്പിരിറ്റ് ഓഫ് ലോസ് ആണ്. വെരി ഗുഡ്. സ്പിരിറ്റ് ഓഫ് ലോസ് ആണ്. 1748 ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ, സ്പിരിറ്റ് ഓഫ് ലോസ്. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. അതിന്റെ ശരിക്കുള്ള പേര് ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആണ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ്. സ്പിരിറ്റ് ഓഫ് ലോസ് 1748 പബ്ലിഷ് ചെയ്യുന്ന വർഷം കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണേ. 1748 പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള
സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ കോൺസെൻട്രേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മോഡേൺ ഡെമോക്രസീസ് ഒക്കെ തന്നെ ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ബുക്ക് കൂടി ഉണ്ട് കേട്ടോ, അതും ചോദിക്കാറുണ്ട്. ദ പേർഷ്യൻ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണേ. പേർഷ്യൻ ലെറ്റേഴ്സ് 1721 പബ്ലിഷ് ചെയ്യുന്നത്. പേർഷ്യൻ ലെറ്റേഴ്സ് അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചർ നിയമിക്കുന്ന നിയമങ്ങളിലോ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്ന സമയത്തോ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് റിവ്യൂ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ പവറിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറയുക, അല്ലെ? അപ്പൊ ആ ഒരു സിസ്റ്റം US ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഉത്ഭവം എന്ന് പറയുന്നതും ഈ പറയുന്ന അമേരിക്ക തന്നെയാണ്. നിങ്ങൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ കഥ കേട്ടിട്ടുണ്ടോ? പറയണോ? എങ്ങനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പവർ വന്നതെന്ന്? ഓക്കെ, അമേരിക്കയില് ആക്ച്വലി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന സിസ്റ്റം ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ നേരിട്ട്, അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ജുഡീഷ്യൽ റിവ്യൂ പവർ ഉണ്ടായിരുന്നില്ല. 1803 1787 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുതപ്പെടുന്നത്. പക്ഷെ 1803 മാർബറി വേഴ്സസ് മാഡിസൺ കേസ് കേട്ടിട്ടുണ്ടോ? മാർബറി വേഴ്സസ് മാഡിസൺ കേസ് എന്ന് പറഞ്ഞ് ഇതൊന്ന് എഴുതി വെച്ചേ. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഐശ്വര്യയിലാണാവോ? കാണാം അല്ലെ? അപ്പം അമിതയുടെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. മാർബറി വേഴ്സസ് മാഡിസൺ എന്ന് പറഞ്ഞൊരു കേസ് കേട്ടിട്ടുണ്ടോ? 1803 ഒരു കേസാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. 1803 മാർബറി വേഴ്സസ് മാഡിസൺ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി കേസിലൂടെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം അവിടെ കൊണ്ടുവരുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ 1801 അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്നുള്ള ജോൺ ആഡംസ്, അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഒരുപാട് ജഡ്ജസിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ മാർബറി എന്ന് പറയുന്ന പേര്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വില്യം മാർബറി എന്നാണ് തോന്നുന്നു കേട്ടോ. വില്യം മാർബറി എന്നാണ് തോന്നുന്നു. ആ മാർബറി എന്ന് പറയുന്നത് ആ ജഡ്ജസിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നിയമന ഉത്തരവ് കൈമാറുന്നതിന് മുന്നേ തന്നെ തോമസ് ജെഫേഴ്സൺ അവിടെ അധികാരമേറ്റു. ജോൺ ആഡംസ് ആണ് ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതിന് മുന്നേ തന്നെ തോമസ് ജെഫേഴ്സൺ നെക്സ്റ്റ് US പ്രസിഡന്റ് സ്ഥാനം ഏറ്റു. അതുകൊണ്ട് തന്നെ എന്താണ്, മാഡിസൺ എന്ത് ചെയ്തു? ജെഫേഴ്സന്റെ അന്നത്തെ ആ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന അദ്ദേഹം ആ ഉത്തരവ് എന്ത് ചെയ്തു? കൈമാറാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു? നമ്മുടെ വില്യം മാർബറി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അന്നത്തെ ആ കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ജോൺ മാർഷൽ എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ്. അദ്ദേഹമാണ് അവിടുത്തെ കേസ് ബെഞ്ചിലെടുക്കുക. എടുക്കുന്ന സമയത്ത് വിധി പ്രഖ്യാപിച്ചത് ജോൺ മാർഷൽ ആണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ജുഡീഷ്യറി ആക്ട് ഓഫ് 1789 അങ്ങനെ ഒരു ആക്ടിലെ വകുപ്പ് അമേരിക്കൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഇത്തരത്തിൽ ഒരു കാര്യം വരുന്ന സമയത്ത് ഈ വിധിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വേർഡിക്ട് വഴി നടപ്പിലാക്കിയ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് കോൺഗ്രസ് പാസ്സാക്കിയിട്ട്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയാണോ? കോൺഗ്രസ് എന്ന് പറഞ്ഞാല് അമേരിക്കയിലെ പാർലമെന്റിന്റെ പേരാണല്ലേ? അമേരിക്കയിലെ ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലേ? ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും അടങ്ങുന്ന ആ ഒരു US പാർലമെന്റിന്റെ പേരാണ് നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് പാസാക്കിയ നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് പരിശോധിക്കാനും, അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ
സോറി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ അത് ഇൻവാലിഡ് ആക്കാനും കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ആ ഒരു പ്രസ്താവനയാണ് പിന്നീട് ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന രീതിയിൽ വരുന്നത്. ക്ലിയർ ആയോ? മാർബറി വേഴ്സസ് മാഡിസൺ കേസിലൂടെ 1803 ജുഡീഷ്യൽ റിവ്യൂ പവർ US കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അദ്ദേഹത്തിന്റെ പേര് ജോൺ മാർഷൽ എന്നാണ് കേട്ടോ, ജസ്റ്റിസിന്റെ പേര്. ജുഡീഷ്യൽ റിവ്യൂ പവർ US കൊണ്ടുവന്നിട്ടുള്ള പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസിന്റെ പേര് ജോൺ മാർഷൽ. ഓക്കെ ആണല്ലോ അല്ലെ? അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, ജസ്റ്റ് ആ കേസിന്റെ പേരും വർഷം ഓർത്ത് വെക്കുക. മാർബറി വേഴ്സസ് മാഡിസൺ എന്നത് ഓർത്ത് വെക്കുക. മാർബറി ആണ് എന്ത് ചെയ്യുന്നത്, അപ്പീൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നത് മാർബറിയാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റുമായി റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അത് റിജക്ട് ചെയ്തത് തോമസ് ജെഫേഴ്സന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാഡിസൺ ആണ്. അതൊന്നും ഓർത്ത് വെച്ചേക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി അവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കീ പോയിന്റ്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് ഫെഡറൽ സ്ട്രക്ചർ ആണ് നമുക്ക് US കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഇൻവാലിഡേറ്റ് ആയിട്ടുള്ള ലോസിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റുമായി പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ് ആണ്. നമ്മുടെ ഇവിടെ 2 എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലെ, അവിടെ ഒറ്റ എക്സിക്യൂട്ടീവ് ഉള്ളൂ. പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റും. ക്ലിയർ ആയോ? US ക്ലിയർ ആയോ? US ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ ഒരു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണുള്ളത്. യൂണിറ്ററി സ്റ്റേറ്റ് ആണ്. ഡ്യുവൽ എക്സിക്യൂട്ടീവ് ആണ്. ദെൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും എക്സിക്യൂട്ടീവ് പവേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിനാണ് സിഗ്നിഫിക്കന്റ് അതോറിറ്റി ഉള്ളത്. ഇതിനെ നമ്മൾ ഫിഫ്ത്ത് റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഞാൻ പറയുന്ന ഒരു ടേം നിങ്ങൾ ഫ്രാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു ടേം ആണ്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. കോഹാബിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ടേം കോഹാബിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ കോഹാബിറ്റേഷൻ എന്ന് വെച്ചാല്? എന്താ കോഹാബിറ്റേഷൻ എന്ന് വെച്ചാല് അറിയാമോ? കോഹാബിറ്റേഷൻ എന്താണ്? കോഹാബിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവും ആൻഡ് പാർലമെന്ററി മെജോറിറ്റി മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നമ്മുടെ ഇവിടുത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റും പാർലമെന്ററി മെജോറിറ്റി ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് തന്നെയല്ലേ. ഇപ്പോഴത്തെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാല് NDA സർക്കാരിന്റെ കയ്യിലാണ് അല്ലെ. NDA ഗവൺമെന്റ് ആണ്. മെജോറിറ്റി പാർലമെന്ററി മെജോറിറ്റിയും NDAക്കാണ്. അതിപ്പോ കൂട്ടുകക്ഷിയൊക്കെ ഉണ്ടാവും, എന്നിരുന്നാൽ പോലും മെജോറിറ്റി വരിക NDAക്കാണ് അല്ലെ. നമ്മുടെ പ്രസിഡന്റ് ബിലോങ് ചെയ്യുന്നതും ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ബേസ് തന്നെയാണ്. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളും പാർലമെന്ററി മെജോറിറ്റി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ആണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതൊരു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടുത്തെ പ്രസിഡന്റ്, നമ്മുടെയൊക്കെ പ്രസിഡന്റ് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ പ്രസിഡന്റ് എന്താ ഇലക്ട്രൽ കോളേജ് വഴിയാണ് അല്ലെ ഇലക്ടഡ് ആവുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രസിഡന്റ് ഡയറക്ട്ലി ഇലക്ടഡ് ആണ്. അതുപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റത്തിൽ നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. അപ്പൊ 2 ഫീച്ചേഴ്സ് ഒരുപോലെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ?
ഇനി ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഫിഫ്ത്ത് റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളത് എഴുതിയെടുക്കുക. ആളുടെ പേര് അറിയാമോ? ഫിഫ്ത്ത് റിപ്പബ്ലിക് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അവിടുത്തെ പേരുകൾക്കൊക്കെ ഡി ഒക്കെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? ചാൾസ് ഡി ഗോൾ കേട്ടിട്ടുണ്ടോ? ചാൾസ് ഡി ഗോൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്, അവരുടെ രീതിയിൽ വേറെ വലുതായിരിക്കും. ഇനി നമുക്ക് സ്പെല്ലിംഗ് വെച്ചിട്ട് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. കേട്ടിട്ടുണ്ടോ ഈ പേര്? ഇദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിഫ്ത്ത് റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഷേപ്പ് ചെയ്യുന്നതിന് വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ചാൾസ് ഡി ഗോൾ. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചൈനയാണ്. ചൈനയുടെ ഫീച്ചർ നോക്കുവാണെങ്കിൽ അതൊരു സോഷ്യലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ വൺ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡൊമിനൻസ് ആണ് കാണാൻ സാധിക്കുക. അതൊരു യൂണിറ്ററി സിസ്റ്റം ആണ്, അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. എല്ലാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കും. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് അവിടുത്തെ സ്റ്റേറ്റ് ഓർഗന്റെ ഹയസ്റ്റ് ഓർഗന്റെ പേര് എന്നതുകൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ അല്ലെ? ഇത്രയും ക്ലിയർ ആയോ? ചൈന വരെ ക്ലിയർ ആയോ? ചൈന വരെ ക്ലിയർ ആയോ? ചൈന വരെ ക്ലിയർ ആയോ? ഓക്കെ ആണോ? കാനഡ പറയട്ടെ. കാനഡയുടെ കാര്യം പറയുവാണെങ്കിലും ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫെഡറൽ സിസ്റ്റം ഉണ്ട്, പാർലമെന്ററി ഗവൺമെന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ട്. ഇനി അവിടെ കിങ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവർണർ ജനറൽ എന്ന രീതിയിലാണ്. ഗവർണർ ജനറലിനാലാണ് കിങ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ് അവിടുത്തെ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രൊവിൻസസിനൊക്കെ ഓട്ടോണമി ഉണ്ട്. ഈ 3 പോയിന്റ്സുകളൊന്നും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഈ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, പാർലമെന്ററി ഡെമോക്രസി ആണ്, ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് ആണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, പിന്നെയോ പ്രസിഡന്റ് നോമിനൽ ആണ്, പ്രൈം മിനിസ്റ്റർ റിയൽ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആണ്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചതാണ് അല്ലെ ഇന്ത്യയുടെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സ് ഓക്കെ ആയോ? ക്ലിയർ ആയോ? എല്ലാ രാജ്യങ്ങളുടെയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി അടുത്ത ടോപ്പിക്ക് കമ്പാരറ്റീവ് ഫെഡറലിസം ആണ് കേട്ടോ. ഫെഡറലിസത്തിന്റെ കമ്പാരിസൺ ആണ് പറയുക. അതിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഫീച്ചർ, അതായത് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കേട്ടോ. USA, കാനഡ, ഇന്ത്യ പ്രധാനപ്പെട്ട ഫെഡറൽ സിസ്റ്റംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഫെഡറൽ സ്റ്റേറ്റുകളാണ് കേട്ടോ ഇതൊക്കെയാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ നേച്ചർ നോക്കുക, അതായത് ഫെഡറലിസത്തിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ USA അവരുടെ ഒരു ട്രൂ ഫെഡറേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. കാനഡയുടെ കാര്യം നോക്കുവാണെങ്കിൽ ക്വാസി ഫെഡറൽ ആണ്. ഇന്ത്യയുടേതും ക്വാസി ഫെഡറൽ ആണ്. നമ്മൾ എങ്ങനെ പറയും? ഫെഡറൽ വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയും. ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ്. The state must have a written constitution എന്നുള്ളത്. അത്തരത്തിൽ 3 രാജ്യങ്ങൾക്കും, USA-ക്കാണേലും കാനഡയ്ക്കാണേലും ഇന്ത്യക്കാണേലും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. റെസ്യൂഡറി പവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചതല്ലേ, ആർട്ടിക്കിളൊക്കെ ഉൾപ്പെടെ പഠിച്ചല്ലേ. എന്താ റെസ്യൂഡറി പവേഴ്സ്? റെസ്യൂഡറി പവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും വരാത്ത ഐറ്റംസ് ബിലോങ് ചെയ്യുന്നതാണ് റെസ്യൂഡറി പവേഴ്സ് അല്ലേ. ഇതിന് ഓരോരുത്തർക്കും ആർക്കാണ് അധികാരം എന്നുള്ളതാണ് പറയുക. USA അത് സ്റ്റേറ്റ്സിനാണ്. ഏത് ആർട്ടിക്കിളായിരുന്നു ഇന്ത്യയിൽ നമ്മുടെ റെസ്യൂഡറി പവേഴ്സ് പറയുന്നത്? അതുകൂടെ ഒന്ന് പറഞ്ഞുതരും. ഏത് ആർട്ടിക്കിളാ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഏത് ആർട്ടിക്കിളിലാണ് റെസ്യൂഡറി പവേഴ്സ് പറയുക? ഓർമ്മയുണ്ടോ?
248 ആണ് അല്ലെ, ആർട്ടിക്കിൾ 248 ആണ് റെസ്യൂഡറി പവേഴ്സ് പറയുന്നത്. ആർട്ടിക്കിൾ 248 ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി ഈ റെസ്യൂഡറി പവേഴ്സ് USA സ്റ്റേറ്റിന്റെ കയ്യിലാണ്, കാനഡയിലും ഇന്ത്യയിലും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ സിറ്റിസൺഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ USA ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ആസ് എൻ അമേരിക്കൻ. പിന്നെ അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ ബിലോങ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. കാനഡയിലും ഇന്ത്യയിലും അത് സിംഗിൾ ആണ്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്ററി ഫീച്ചേഴ്സിലെ ക്വാസി ഫെഡറൽ എന്ന് പറയാൻ കാരണം. ഈ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെയാണ് അവിടെ എന്താണ് ക്വാസി ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് പറയാൻ കാരണം കേട്ടോ. ദെൻ ജുഡീഷ്യറി നോക്കുവാണെങ്കിൽ 3 രാജ്യങ്ങളിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് കാണാൻ സാധിക്കുക. ഇനി അമെന്റ്മെന്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ USA വളരെ ഡിഫിക്കൽട്ട് ആണ് അമെന്റ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. കാനഡയിൽ മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്, പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്, പാർട്ട്ലി റിജിഡ് ആണ് അല്ലെ. അതായത് ചില കാര്യങ്ങൾ അമെന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചില കാര്യങ്ങൾ അമെന്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ട്ലി റിജിഡ് ആണ്. എമർജൻസി പവേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ USA വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സേ ഉള്ളൂ, കാനഡയിൽ മോഡറേറ്റ് ആണ്, ഇന്ത്യയിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പവേഴ്സ് ആണ് എമർജൻസി റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഒരുപാട് തവണ ഇപ്പം എമർജൻസി ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗവർണർ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ US ഗവർണറിനെ ഇലക്ട് ചെയ്യാണ്, കാനഡയിൽ അപ്പോയിന്റ് ചെയ്യാണ്, ഇന്ത്യയില് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാണ്. ക്ലിയർ ആയോ ഡിഫറൻസ് എന്താണ്? USA ഇലക്ടഡ് മെമ്പർ ആയിരിക്കും ഗവർണർ ആയിട്ട് വരിക, കാനഡയിലെ അപ്പോയിന്റഡ് മെമ്പർ ആണ്. നമ്മുടെ ഇന്ത്യയില് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഗവർണർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുക പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഗവേണൻസ് ആണ്. UK, US, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 5 രാജ്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ലാസ്റ്റ് മൾട്ടി കൾച്ചറലിസം വരുമ്പോഴേക്കുമാണ് ജർമ്മനി ഒക്കെ നോക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുക ഈ പറയുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. UK കാര്യം പറയുവാണെങ്കിൽ അവിടെ നമുക്കൊരു ബൈക്യാമറൽ പാർലമെന്റ് ആണ് കാണാൻ സാധിക്കുക. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് ലോവർ ഹൗസും ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത് അപ്പർ ഹൗസും ആണ്. ഹൗസ് ഓഫ് കോമൺസിലെ മെമ്പേഴ്സിനെ ഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. ഹൗസ് ഓഫ് ലോർഡ്സ് നോമിനേറ്റഡ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി മെമ്പേഴ്സ് ആണ് ഉള്ളത്. പാർലമെന്റ് അവിടെ സോവറിൻ പവർ ആയിട്ട് നിലകൊള്ളുന്നു. എക്സിക്യൂട്ടീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊണാർക്ക് നോമിനൽ എക്സിക്യൂട്ടീവും പ്രൈം മിനിസ്റ്റർ റിയൽ എക്സിക്യൂട്ടീവും ആണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി ജുഡീഷ്യറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണുള്ളത്. സുപ്രീം കോർട്ട് ഓഫ് യുണൈറ്റഡ് കിങ്ഡം, അത് വർഷം നോക്കിക്കോണം, വളരെ റീസെന്റ് ആയിട്ടാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2009 സുപ്രീം കോർട്ട് UK എക്സ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ബ്യൂറോക്രസിയുടെ കാര്യം നോക്കുവാണെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ഒരു പാർട്ടിയോടും ഭാവുകത്വം ഇല്ലാത്ത സിവിൽ സർവൻസിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ സ്ട്രിക്റ്റ് അല്ല. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ പവേഴ്സിന്റെ കാര്യത്തിൽ വളരെയധികം യോജിപ്പുണ്ട്. മീൻസ് രണ്ടുപേർക്കും ഒരേ കാര്യങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് നടത്താവുന്നതാണ്. ചെക്സ് ആൻഡ് ബാലൻസസ് നോക്കുവാണെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവിനെ ക്വസ്റ്റ്യൻസിലൂടെ, ഡിബേറ്റ്സിലൂടെ, അതുപോലെ നോ കോൺഫിഡൻസ് മോഷനിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇനി US കാര്യം നോക്കിക്കഴിഞ്ഞാൽ US ബൈക്യാമറൽ ലെജിസ്ലേച്ചർ തന്നെയാണുള്ളത്. പാർലമെന്ററി സിസ്റ്റത്തെ നമ്മൾ US ലെജിസ്ലേച്ചറിനെ നമ്മൾ വിളിക്കുക കോൺഗ്രസ് എന്നാണ്.
രണ്ട് സഭകളുണ്ട്, സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും. സെനറ്റ് അപ്പർ ഹൗസും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ലോവർ ഹൗസും ആണ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റും പ്രസിഡന്റ് ആണ്. 4 years ആണ് ഫിക്സഡ് ആയിട്ട് ടെന്യൂർ വെച്ചിരിക്കുന്നത്. ജുഡീഷ്യറിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണുള്ളത്. സുപ്രീം കോർട്ടാണ് ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ പവർ അവിടെ നിലകൊള്ളുന്നുണ്ട്. ഫെഡറൽ സിവിൽ സർവീസ് ഏജൻസീസ് ആണ് അവിടെ ഉള്ളത്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് ഹയർ ലെവൽസിൽ നടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്പോയിൽ സിസ്റ്റം. കേട്ടിട്ടുണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചു ഓർമ്മയുണ്ടോ? സ്പോയിൽ സിസ്റ്റം. സ്പോയിൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ് USA അല്ലേ? അത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, ഞാൻ ഈ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. സ്പോയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് താല്പര്യമുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? സിവിൽ സർവൻസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അവരുടെ കാലാവധി കഴിഞ്ഞ് നെക്സ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെർമിനേഷൻ ആണല്ലേ സംഭവിക്കുക. ഈ പറയുന്ന എല്ലാവരെയും ടെർമിനേറ്റ് ചെയ്ത് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകളെ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും അല്ലേ? അതാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് അറ്റ് ഹയർ ലെവൽസ് എന്ന് പറയുന്നത് കേട്ടോ. സ്പോയിൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ് USA എന്ന് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ പറയേണ്ട കാര്യം തന്നെ ഇല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഓഫ് പവർ ആണ് നമുക്ക് US കാണാൻ സാധിക്കുക. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്ക് ഇടയിൽ കൃത്യമായിട്ടുള്ള പവർ സെപ്പറേഷൻ ഉണ്ട്. ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ല. ഇനി ചെക്സ് ആൻഡ് ബാലൻസസ് നോക്കുവാണെങ്കിൽ പ്രസിഡന്റിനും വീറ്റോ ചെയ്യാവുന്നതാണ് ബില്ലുകളൊക്കെ. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം കോൺഗ്രസിന് ഉണ്ടാവും. ദെൻ ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് US എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രാൻസ് ആണ്. ഫ്രാൻസിന്റെ ലെജിസ്ലേച്ചറും ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. നാഷണൽ അസംബ്ലി, സെനറ്റ് എന്നിങ്ങനെയാണ് രണ്ട് സഭകളുടെ പേരുകളായിട്ട് വരുന്നത്. ഇതിന്റെ മെമ്പേഴ്സിന്റെ എണ്ണമൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ, അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ദെൻ എക്സിക്യൂട്ടീവ് ഡ്യുവൽ എക്സിക്യൂട്ടീവ് ആണ്. പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് ഉള്ളത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിൽ ഉണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അവിടെ നിലകൊള്ളുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട് പവേഴ്സ്. അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഒരുപാട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെക്സ് ആൻഡ് ബാലൻസസിന്റെ കാര്യം പറയുവാണെങ്കിൽ പാർലമെന്റിന് ഗവൺമെന്റിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുപോലെ ലെജിസ്ലേഷൻ റിവ്യൂ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇത് ചൈനയാണ് കേട്ടോ. ചൈനയുടെ ഇതാണ്. സോറി, അപ്പം വായിക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, ചൈനയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ലെജിസ്ലേച്ചർ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. ലാർജസ്റ്റ് ലെജിസ്ലേച്ചർ ഇൻ ദ വേൾഡ് ആണ്. അത് ഓർത്ത് വെച്ചേക്കണേ. ലാർജസ്റ്റ് ലെജിസ്ലേച്ചർ ഇൻ ദ വേൾഡ് ചൈനയ്ക്കാണുള്ളത്. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ലെജിസ്ലേച്ചറിന്റെ പേര്. സ്റ്റേറ്റ് കൗൺസിൽ ഹെഡഡ് ബൈ പ്രീമിയർ ചൈനീസ് പ്രീമിയർ എന്നാണ് നമ്മൾ പറയുക. ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അവിടെ ഗവേണൻസ് സിസ്റ്റത്തിൽ ഡൊമിനൻസ് ഉള്ളത്. ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഒന്നുമല്ല, പീപ്പിൾസ് കോർട്ട് സിസ്റ്റം ആണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ജുഡീഷ്യൽ സിസ്റ്റം ആണ് നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കുക. ഇനി ബ്യൂറോക്രസിയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോളിലുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആണ് ഉള്ളത്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ടേം ഓർത്ത് വെക്കുക. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിനു മുൻപ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന രാജ്യം ഏതാണ്? സോ ചൈനയാണ്. അത് പഠിച്ചു വെക്കുക. ഡെമോക്രാറ്റിക് സെൻട്രലിസം ആണ് പ്രിൻസിപ്പിൾ. ചെക്സ് ആൻഡ് ബാലൻസസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മറ്റുള്ള ഡെമോക്രസി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സൂപ്പർവൈസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതായത് പാർട്ടിയുടെ ഒരു മേൽക്കോയ്മയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചൈനയിൽ നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ഇന്ത്യയാണ്. ഇന്ത്യക്കും ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് ഉള്ളത്.
പാർലമെന്റ് എന്നാണ് ഇന്ത്യയുടെ ലെജിസ്ലേച്ചർ അറിയപ്പെടുക. പാർലമെന്റിൽ 2 സഭകൾ, ലോക്സഭ, രാജ്യസഭ. ലോക്സഭ ലോവർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ്. എക്സിക്യൂട്ടീവ് നമുക്ക് 2 എക്സിക്യൂട്ടീവ് ഉണ്ട്. നോമിനൽ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രസിഡന്റും റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആണ് പ്രവർത്തിക്കുന്നത്. ജുഡീഷ്യറിയുടെ കാര്യം പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ജുഡീഷ്യൽ റിവ്യൂ പവർ നിലനിൽക്കുന്ന രാജ്യമാണ്. ദെൻ ബ്യൂറോക്രസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് സിസ്റ്റം ആണുള്ളത്. അതൊരു പെർമനന്റ് സിവിൽ സർവീസ് സിസ്റ്റം ആണ്. IAS, IPS, IFS ഓഫീസേഴ്സിന്റെ കാര്യങ്ങൾ. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നോട്ട് സ്ട്രിക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഓവർലാപ്പിംഗ് വരാറുണ്ട്. എന്നിരുന്നാൽ പോലും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇവിടെ ഉണ്ട്. ഫങ്ഷണൽ സെപ്പറേഷൻ എമംഗ് ഓർഗൻസ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിക്കും കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചെക്സ് ആൻഡ് ബാലൻസസിന്റെ കാര്യം നോക്കുമ്പോൾ ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് റിവ്യൂ ചെയ്യാം. ജുഡീഷ്യൽ റിവ്യൂ പവർ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ പാർലമെന്റിന് ക്വസ്റ്റ്യൻസിലൂടെ, മോഷൻസിലൂടെ, കമ്മിറ്റീസിലൂടെ ഒക്കെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അതിന്റെ കമ്പാരറ്റീവ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം UK പാർലമെന്ററി ആണ്, USA പ്രസിഡൻഷ്യൽ ആണ്, ഫ്രാൻസ് സെമി പ്രസിഡൻഷ്യൽ ആണ്, ചൈന സോഷ്യലിസ്റ്റ് 1 പാർട്ടി സിസ്റ്റം ആണ്, ഇന്ത്യ പാർലമെന്ററി ആണ്. ലെജിസ്ലേച്ചർ ചൈന ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. എക്സിക്യൂട്ടീവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ UK പ്രൈം മിനിസ്റ്റർ, USA പ്രസിഡന്റ്, ഫ്രാൻസ് പ്രസിഡന്റ് പ്ലസ് പ്രൈം മിനിസ്റ്റർ, ചൈന സ്റ്റേറ്റ് കൗൺസിൽ ആണ്, ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ആണ്. എക്സിക്യൂട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ആരാണ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ജുഡീഷ്യറിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണുള്ളത്. ചൈനയിൽ പാർട്ടി ഡൊമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ഇൻഡിപെൻഡൻസ് ആണ് അവിടെ ഉള്ളത്. ഇനി സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ വീക്കാണ്, UK വീക്കാണ്, അമേരിക്കയിൽ സ്ട്രിക്റ്റ് ആണ്, ഫ്രാൻസിൽ മോഡറേറ്റ് ആണ്, ചൈനയിൽ ഇല്ല, ഇന്ത്യയിൽ പാർഷ്യൽ ആണ്. ചെക്സ് ആൻഡ് ബാലൻസസ് പാർലമെന്ററി കൺട്രോൾ ആണുള്ളത് UK സ്ട്രോങ് ആയിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് സിസ്റ്റം US കാണാൻ സാധിക്കും. മോഡറേറ്റ് ആണ് ഫ്രാൻസിൽ, ലിമിറ്റഡ് ആണ് ചൈനയിൽ, ഇന്ത്യയിൽ പാർലമെന്ററി കൺട്രോൾ പ്ലസ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഇതിന്റെ 2 ഫീച്ചേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ബ്യൂറോക്രസി നോക്കുവാണെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സിവിൽ സർവൻസ് ആണ്. ഇവിടെ പ്രൊഫഷണൽ സിവിൽ സർവൻസ് ആണ്. ഫ്രാൻസിൽ സെൻട്രലൈസ്ഡ് ആണ്. ദെൻ പാർട്ടി കൺട്രോൾഡ് ആണ് ചൈനയിൽ കാണാൻ സാധിക്കുക. ഇന്ത്യയിൽ പെർമനന്റ് സിവിൽ സർവീസ് ആണ് കാണാൻ സാധിക്കുക. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു പോർഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ഏതൊക്കെ സ്കിപ്പ് ചെയ്താലും ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതായത് ഓരോ ലെജിസ്ലേറ്റീവ് സിസ്റ്റം, നമ്മൾ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ആണെന്ന് പറഞ്ഞത്, ഈ ബൈ ക്യാമറ ലെജിസ്ലേച്ചറിൽ ഓരോ സഭയിലുള്ള അംഗങ്ങളുടെ എണ്ണം ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ UK കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ആണ്. 2 സഭകളുണ്ട്, ഹൗസ് ഓഫ് കോമൺസ്, ലോവർ ഹൗസും അപ്പർ ഹൗസ് ആയിട്ട് ഹൗസ് ഓഫ് ലോർഡ്സും. ഹൗസ് ഓഫ് കോമൺസിലുള്ള അംഗങ്ങളുടെ എണ്ണം 650 ആണ്. ഓർത്ത് വെച്ചേക്ക്. ഹൗസ് ഓഫ് ലോർഡ്സിൽ 780 പ്ലസ് ഉണ്ട്. അതായത് ഹൗസ് ഓഫ് ലോർഡ്സ് ആണല്ലോ. അപ്പം ഈ പറയുന്ന ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ അതിൽ പ്രിൻസസിന്റെ എണ്ണം ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് ചിലപ്പോഴൊക്കെ അവിടെ സ്ട്രെങ്ത് വേരി ചെയ്യാറുണ്ട്. നമുക്ക് എന്നാലും ഒരു കണക്കായിട്ട്, ഒരു നമ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ ഭാഗത്തിന് നമുക്ക് 780 എന്ന് പഠിക്കാം. ഓക്കെ. അപ്പം ഹൗസ് ഓഫ് കോമൺസിൽ 650, ഹൗസ് ഓഫ് ലോർഡ്സിൽ 780. ഇനി US കാര്യം നോക്കുവാണെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ 435 മെമ്പേഴ്സ് ആണുള്ളത്. സെനറ്റിൽ 100 മെമ്പേഴ്സ് ആണ്. അതായത് മൊത്തം 50 സ്റ്റേറ്റ്സ് ആണ് US ഉള്ളത്. ഓരോ സ്റ്റേറ്റിൽ നിന്നും 2 റെപ്രസെന്റേറ്റീവ്സ് വെച്ച് 100 മെമ്പേഴ്സ് ആണ് സെനറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക.
ദെൻ ഫ്രാൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ അസംബ്ലിയാണ് അവിടുത്തെ ലോവർ ഹൗസ്. നാഷണൽ അസംബ്ലിയിൽ 577 മെമ്പേഴ്സ് ആണ് ഉള്ളത്. സെനറ്റ് ആണ് അപ്പർ ഹൗസ്. അപ്പർ ഹൗസിൽ 348 മെമ്പേഴ്സ് ആണ് കാണാൻ സാധിക്കുക. ചൈനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യൂണിക്യാമറിലാണ്. ഒറ്റ ലെജിസ്ലേറ്റീവ് സിസ്റ്റം ഉള്ളൂ. അത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. ഏകദേശം 2977 ഡെലഗേറ്റ്സ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലാർജസ്റ്റ് ലെജിസ്ലേറ്റീവ് സിസ്റ്റം ആണ് ചൈനയുടേത് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ലോക്സഭയാണ് ലോവർ ഹൗസ്. 543 മെമ്പേഴ്സ് ആണ് ഉള്ളത്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 582 ആണ് അല്ലെ. പക്ഷെ നമുക്കിപ്പോ 543 മെമ്പേഴ്സേ ഉള്ളൂ. രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് 280 ആണ്. പക്ഷെ ഇപ്പോൾ ഉള്ളത് 245 അംഗങ്ങളാണ്. കാനഡയെ നോക്കിക്കഴിഞ്ഞാൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ഹൗസ് ഓഫ് കോമൺസ് ആണ് ലോവർ ഹൗസ്. അവിടെയുള്ളത് 343 മെമ്പേഴ്സ് ആണ്. സെനറ്റ് ആണ് അപ്പർ ഹൗസ്. 105 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ കേട്ടോ. നമ്പേഴ്സ് മാറി പോവാതെ തന്നെ പഠിക്കണേ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോകട്ടെ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഞാനൊരു ഇതൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കിയാൽ മതി. റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് പറയട്ടെ. റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് പറയട്ടെ. ഇത് തേർഡ് മൊഡ്യൂൾ ആണേ. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും കൂടിയാണ് ഇത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുഎസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബിൽ ഓഫ് റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അവിടുത്തെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് യുഎസ് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഏറ്റവും കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന റൈറ്റ്സുകൾ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയൻ, പ്രസ്, അസംബ്ലി ആൻഡ് അസോസിയേഷൻ ആണ്. ജുഡീഷ്യൽ റിവ്യൂവിലൂടെ സിവിൽ ലിബർട്ടീസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കോർട്ടിന് ആക്റ്റീവ് ആയിട്ടുള്ള റോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അവിടുത്തെ സിസ്റ്റത്തിന്റെ മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ ലിബറൽ ഡെമോക്രാറ്റിക് മോഡലാണ്. ഇതൊക്കെ ഇങ്ങനെ ടേമുകളായിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിലിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ലിബറൽ ഡെമോക്രാറ്റിക് മോഡലാണ്. ഇൻഡിവിജ്വൽ റൈറ്റ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യുഎസിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ചൈനയിലേക്ക് വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ധാരാളം റൈറ്റ്സുകൾ പറയുന്നുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്, വർക്കുമായി ബന്ധപ്പെട്ടിട്ട്, സോഷ്യൽ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നത് കളക്റ്റീവ് ഇൻട്രസ്റ്റിനും സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നടപ്പിലാക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത്. സ്റ്റേറ്റിന്റെ റെഗുലേഷൻസിനനുസരിച്ചിട്ടാണ് അവിടെ പൊളിറ്റിക്കൽ റൈറ്റ്സും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും നിലനിൽക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവിടെ റൈറ്റ്സ് ഫ്രെയിംവർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൈറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ റൈറ്റ്സുകൾക്ക് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവർക്ക് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു വേൾഡിൽ മൊത്തമായിട്ട് കാണുന്ന യൂട്യൂബ് ചാനൽസ് അവിടെ ഉണ്ടോ? വേൾഡിൽ മൊത്തമായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനൽസ് നമുക്ക് അവിടെ ഉണ്ടോ? ഉണ്ടോ? നമ്മളിപ്പം കമന്റ് ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കില്, വാട്സാപ്പില്, ഇൻസ്റ്റഗ്രാമില്, ട്വിറ്ററിലും ഒക്കെ അവർക്ക് പബ്ലിക് ആയിട്ട് അവരുടെ ഗവൺമെന്റിനെ കുറിച്ചും പ്രീമിയറിനെ കുറിച്ചും ഒക്കെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇവൻ അവിടുന്ന് കോവിഡ് വന്ന സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും എവിടെ നിന്നാ കോവിഡ് വന്നേ? അവിടുത്തെ മാർക്കറ്റിന്റെ പേരെന്താ? ഓർമ്മയുണ്ടോ? വുഹാൻ അല്ലേ?
പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് എപ്പോഴാണ് ന്യൂസസ് ഒക്കെ അവൈലബിൾ ആയിട്ട് തുടങ്ങിയത്? വളരെ ലേറ്റ് ആയതിനു ശേഷമല്ലേ, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും സ്പ്രെഡ് ആയതിനു ശേഷമല്ലേ നമുക്ക് ന്യൂസ് ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയത്. അപ്പോ അവിടെ റൈറ്റ് ടു പ്രസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഉള്ളത്. അല്ലാതെ നമ്മുടെ വേൾഡ് അറൗണ്ട് കാണുന്ന പ്ലാറ്റ്ഫോംസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ വേറൊരു സിറ്റുവേഷൻ ആണ്, അതായത് നമുക്ക് നോർത്ത് കൊറിയയിൽ കാണാൻ സാധിക്കുന്നത്. ഇവരൊക്കെ ഒരു അമ്മ പറ്റ മക്കൾ പോലെയാണ് അല്ലെ. കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് ഇവിടെ നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് അവരുടെ ഗവൺമെന്റിനെ കുറിച്ചോ ഇല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എതിർത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് നിലനിൽക്കുന്നവർക്കെതിരെ അവർ പ്രൊട്ടസ്റ്റുകൾ ഇല്ലെങ്കിൽ അവർക്കെതിരെ അവർ വയലന്റ് ആയിട്ടുള്ള ഒരുപാട് അറ്റാക്കുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഫുള്ളൊരു പാർട്ടി ഡൊമിനൻസ് ആണ് നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കളക്റ്റീവ് വെൽഫെയറിനാണ് ഇൻഡിവിജ്വൽ ഓട്ടോണമിയെക്കാളും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. തന്നെ ഇന്ത്യയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയുടെ നമ്മുടെ പാർട്ട് 3, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ രൂപത്തിൽ നമ്മൾ നമ്മുടെ ബേസിക് റൈറ്റ്